ചിത്രപതംഗം. ഒരു ചലച്ചിത്രം ഒരുക്കുമ്പോൾ സംവിധായകനോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് സിനിമാറ്റോഗ്രാഫർ, എഡിറ്റർ, മേക്കപ്പ് മാൻ, കോസ്റ്റ്യൂം തുടങ്ങിയവർ. ഇതിലെന്തെങ്കിലും താളപ്പിഴകളുണ്ടായാൽ അത് ചിത്രത്തിൻ്റെ സർഗാത്മകതയെ തന്നെ ബാധിക്കും എന്നതിൽ സംശയമില്ല. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് ചിത്രപതംഗത്തിലെ അതിഥി മേക്കപ്പ് ആർട്ടിസ്റ്റ് മിട്ട MC. മേക്കപ്പ് ആർട്ടിസ്റ്റ് മിട്ട MC പങ്കെടുത്ത പരിപാടിയുടെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം. ആർട്ടിസ്റ്റുകൾ പറയാറുണ്ട് എപ്പോഴും, ഞാൻ രാവിലെ 3:30 എണീറ്റിട്ട് മേക്കപ്പിനിരിക്കും. ഏകദേശം ഒരു 4 മണിക്കൂറോളം മേക്കപ്പ് ചെയ്യും. അപ്പോൾ നമ്മളൊക്കെ കരുതും, എന്താടാ ഇത്രയും മേക്കപ്പ് ചെയ്യാൻ വേണ്ടി 4 മണിക്കൂറൊക്കെ വേണോ എന്നുള്ളത്. അതിന് ഒരു മറുപടി എന്താണ്? 2014 ഞാനൊരു പ്രൊജക്റ്റ് ചെയ്തായിരുന്നു, ഒരു ആസിഡ് അറ്റാക്കിൻ്റെ. എൻ്റെ ലൈഫിൽ ഏറ്റവും ലോങ്ങസ്റ്റ് പീരീഡ് ഓഫ് മേക്കപ്പിൻ്റെ ഒരു പീരീഡ് അതായിരുന്നു. ഏത് സിനിമയാണ്? അതൊരു ഹിന്ദി പ്രൊജക്റ്റായിരുന്നു, ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 7.5 മണിക്കൂറാണ് ഞാൻ ഒറ്റ മേക്കപ്പിന് വേണ്ടി എടുത്തത്. അത് റിമൂവ് ചെയ്യാൻ 4 മണിക്കൂർ, 2 ദിവസം അങ്ങനെ തന്നെ പോയി. അപ്പോൾ കണ്ടിന്യൂസ് 36 hours ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ 2 ദിവസം ഈ പറഞ്ഞ ഞാനായാലും ആ പറഞ്ഞ കുട്ടി ആക്ടറായാലും 2 ജ്യൂസ് എന്തോ, കാരണം വായൊന്നും തുറക്കാൻ പറ്റില്ല, വായൊക്കെ ഫുള്ള് ലാറ്റക്സ് വെച്ചിട്ട് അടച്ചിരിക്കുക. ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് സ്ട്രോ വെച്ചിട്ടാണ് അവർക്ക് ജ്യൂസ് കൊടുക്കുന്നത്. പക്ഷെ അവർ ആ ക്യാരക്ടർ ചെയ്യാൻ തയ്യാറായി എന്നുള്ളതാണ്. അപ്പം മേക്കപ്പ് തീരുന്നത് വരെ ഞാൻ അവർക്ക് മിറർ കൊടുത്തില്ല, അവർ ഫേസ് അവർ കാണണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇതെല്ലാം കഴിഞ്ഞ് അവരെ ആ ഒരു ഇതിൽ ഷൂട്ടിൻ്റെ ആ സ്പേസിലേക്ക് കൊണ്ടുപോയി ഞാൻ സെറ്റ് ചെയ്ത് വെക്കുമ്പം ഞാനിങ്ങനെ ആ കുട്ടിയോട് ചോദിക്കുകയാണ്. അപ്പം എന്നോട് പറഞ്ഞു, ദീദി ഞാൻ ഫോൺ ഉണ്ടായി, ഞാൻ സെൽഫി എടുത്ത് എൻ്റെ ഫേസ് കണ്ടു എന്ന്. ഞാൻ ആ മുറിയിൽ കംപ്ലീറ്റ് മിററും മാറ്റി വെച്ചിരിക്കുക ഇവർ കാണാതിരിക്കാൻ. കാരണം വളരെ മനോഹരമായിട്ടുള്ള, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കുട്ടിയാണ്. അതിങ്ങനെ ആസിഡ് അറ്റാക്കിൻ്റെ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് അവർക്കൊരു മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലോ. ഞാൻ വിചാരിച്ചു ആ ഷൂട്ടിൻ്റെ സമയമാകുമ്പോൾ അവർക്ക് മിറർ കാണിച്ചു കൊടുക്കാം എന്ന് വിചാരിക്കുമ്പം ഈ കുട്ടി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോൾ എന്നിട്ട് അവർ കണ്ണൊക്കെ നിറഞ്ഞിട്ട് എന്നോട് പറയുക, അമ്മയെ ഒന്ന് വിളിക്കണം, എൻ്റെ അമ്മയ്ക്ക് ഞാൻ ദക്ഷിണ വെച്ചിട്ട് ഞാൻ ഈ പ്രൊജക്റ്റ് ചെയ്യുള്ളൂ. അവരുടെ അമ്മ വന്നു, അമ്മയ്ക്ക് അവർ കാലിൽ വീണ്. ഞാനത് ആദ്യമായിട്ട് അങ്ങനെ കാണുന്നത്. സാധാരണ അവർ ഭയങ്കര ഇമോഷണലായി. അപ്പോൾ അമ്മയാണെങ്കിലും കരയുക ഈ ഇവരെ കെട്ടിപ്പിടിച്ചിട്ട്. എനിക്കത് ഭയങ്കര, ഞാൻ ഇപ്പോഴും ആലോചിക്കുമ്പം. എന്നിട്ട് അതിനുശേഷം ആ ആൻറ്റി എൻ്റെ അടുത്തേക്ക് വരുക, അവർ എനിക്ക് വേണ്ടി തലയിൽ കൈവച്ചിട്ട് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുക. അപ്പോൾ അത് ആലോചിക്കുമ്പോൾ ഇപ്പോഴും അപ്പം ഞാനിങ്ങനെ ആലോചിക്കുക എനിക്ക്. അപ്പോൾ അവർ പറയാം, മോളിത് ചെയ്തു, ഇപ്പോൾ എല്ലാവരും ഇത് കാണുന്നുണ്ടല്ലോ, അപ്പോൾ മോൾക്ക് കണ്ണ് പെടാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചതാട്ടോ എന്ന്. പക്ഷേ ഇത്രയും വർഷം കഴിഞ്ഞപ്പോഴും എനിക്കത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ആ ഒരു അതൊക്കെ ഒരു ബ്ലെസ്സിങ് ആണ്. ചെയ്യുന്ന വർക്കിന്റെ അത്രത്തോളം ഡെഡിക്കേറ്റ് ചെയ്യുന്ന വർക്കിന്റെ ഒരു ബ്ലെസ്സിങ് നമുക്ക് തിരിച്ചു കിട്ടുന്നതാണ്. അതെ, അന്ന് 2014 ഞാൻ അവരെ കണ്ട ശേഷം പിന്നെ ഞാൻ കഴിഞ്ഞ മാസമാണ് അവരെ ഞാൻ കാണുന്നത്. ഞാൻ ബോംബെ പോയപ്പോൾ ഞാൻ ആ വീട്ടിൽ ഭയങ്കര കൂട്ടായി, അവർ വിസിറ്റ് ചെയ്തു. അപ്പോഴും ആൻറ്റി പറയുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആൻറ്റി അന്ന് ബ്ലെസ് ചെയ്തത് ഞാൻ ഒരിക്കലും മറക്കില്ല. എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഒരു അനുഭവമാണ് ഒരു ആക്ടറിൻ്റെ അമ്മ വന്ന് എന്നെ ബ്ലെസ് ചെയ്യുക എന്നുള്ളത് മേക്കപ്പിന് ശേഷം. പക്ഷെ അതെനിക്കൊരു നല്ല പാടുമായിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ കുറച്ചധികം അതുപോലത്തെ ക്യാരക്ടേഴ്സ് ചെയ്തു. പക്ഷെ അത്രയും ലോങ്ങസ്റ്റ് പീരീഡ് ഞാൻ പിന്നെ ചെയ്തിട്ടില്ല. പിന്നെ 3.5-4 മണിക്കൂർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജയമോഹൻ പറഞ്ഞതുപോലെ 6 മണിക്ക് ഷൂട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമല്ലോ. അപ്പം 6 മണിക്ക് നമ്മൾ ഇരുന്ന് വർക്ക് തുടങ്ങിയാൽ ചിലപ്പോൾ ഉച്ചയാകുമ്പോൾ അവർക്ക് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും, ലൈറ്റൊക്കെ പോകും. അപ്പം ഞാൻ പറയുന്നത് ഡയറക്ടറോടായാലും ആ ടീമിനോടും ഞാൻ പറയും, ഞാൻ 3 മണിക്കോ 2 മണിക്കോ വന്ന് മേക്കപ്പ് ചെയ്യാൻ തയ്യാറാണ്, നിങ്ങൾ അതുപോലെ തന്നെ അതിനൊരു സംവിധാനം ഉണ്ടാക്കി തന്നാൽ മതി എനിക്ക് എന്ന് ഞാൻ പറയും. അപ്പം ആക്ടറോട് ചോദിക്കുക അവർ കംഫർട്ടാണോ എന്ന്. അല്ലെങ്കിൽ ഞാൻ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് അവർക്ക് വേണമെങ്കിൽ ഉറങ്ങാം എന്ന് ഞാൻ പറയും. കാരണം ഇത് ഒരുപാട് നേരം നമ്മളൊരു പെയിന്റ് ചെയ്യുന്ന പോലെയാണല്ലോ, ഇത് ആർട്ടാണ്. അപ്പോൾ ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്ത കാര്യം, എനിക്ക് പേപ്പറിലൊന്നും എനിക്ക് വരയ്ക്കാൻ അറിയില്ല. പക്ഷെ ഒരു ഹ്യൂമൻ ബോഡിയിൽ എനിക്കൊരു ക്യാൻവാസ് പോലെയാണ്. എനിക്കത് ആ സമയത്ത് എനിക്കറിയില്ല അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ വളരെ കൂടുതൽ അഡ്വാൻസ്ഡ് ടെക്നോളജികളൊക്കെ മേക്കപ്പിന് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു ക്യാരക്ടർ എടുക്കുമ്പോൾ ഒരാളെ ഇങ്ങനെ നോക്കുമ്പോൾ അതിലാദ്യം അതിന്റെ സ്കെച്ച് വരയ്ക്കണമല്ലോ, വരച്ച്. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ ചെയ്യുന്നത്? പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് അങ്ങനെ, അതായത് പൈസയൊക്കെ ഉള്ള പ്രൊഡക്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും എങ്ങനെ ഇരിക്കും. അതെ, അപ്പം നല്ല പ്രൊഡക്ഷനൊക്കെ ആണ്, പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒരു ഡിസൈനറെ വെച്ചിട്ട് ആ ക്യാരക്ടർ സ്കെച്ച് ചെയ്യും. അപ്പം ഓരോ സീനും സ്കെച്ച് ചെയ്യണം.
അറിയാലോ, സ്കെച്ച് ചെയ്യാന്നുള്ള നല്ല എമൗണ്ട്. പിന്നീട് അത് ഡിജിറ്റലായി മാറി. ഡിജിറ്റലിൽ നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞ പോലെ അതിനുള്ള ആ ഒരു ഫണ്ട് നമ്മൾ മാറ്റി വയ്ക്കണം. അതല്ലെങ്കിൽ നമ്മൾ ആ ആക്ടറിനെ വെച്ചിട്ട് നമ്മളത് നരേറ്റ് ചെയ്ത് കൊടുക്കും. ഞങ്ങൾ ഇങ്ങനെയാണ് ഇതുപോലെയാണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന പ്രൊഡക്ട്സ് നമുക്ക് വേണ്ടി വരും. ഇപ്പോൾ ഒരു മുറിവാണെങ്കിൽ ആ മുറിവ് നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് അവിടെ കാണിക്കും, ഇതാണ്. പിന്നെ നമ്മളൊരു ടെസ്റ്റ് ചെയ്യുമല്ലോ, 1-2, അപ്പോൾ അതിൽ നമുക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ സിനിമ തുടങ്ങുന്നതിന് മുന്നേ നമ്മളിരുന്നിട്ട് ആക്ടറിനെ വെച്ചിട്ട് നമുക്ക് ആ മുറിവാണെങ്കിലും ചതവാണെങ്കിലും അതെങ്ങനെ വരും എന്ന് നമ്മൾ ആദ്യം കാണിച്ചു കൊടുക്കും. അല്ലാതെ ഇപ്പം ഇന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഓടി വന്ന് പ്രൊസ്തറ്റിക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. നോർമൽ മേക്കപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞ പോലെ പണ്ടൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ വിഗുകൾ, താടികളൊക്കെ നമ്മൾ ഓടിച്ചെന്ന് റെന്റിന് എടുത്തിട്ടൊക്കെ ആയിരുന്നു. അപ്പം അതിലൊക്കെ ഒരു തരം ഡ്രമാറ്റിക് ഫീലായിരിക്കും. അത് ആളുകൾ അന്നത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരു മീശ വെച്ചു അല്ലെങ്കിൽ ഒരു ഹെയറിൽ ഒരു എക്സ്റ്റൻഷൻ വെച്ചു, അത് നാച്ചുറൽ ആയിരിക്കണം. അത് ശരീരത്തിനോട് എൻ്റെ ശരീരത്തിലുള്ളതാണ് എന്ന് തോന്നുന്ന രീതിയിൽ നമ്മൾ ചെയ്യണം. ഞാൻ കണ്ടിട്ടുണ്ട് അതിനകത്ത് നമ്മളൊരു സുഹൃത്ത് ഇരുന്നിട്ട് മേക്കപ്പ് പ്രോസ്തറ്റിക് പുള്ളി നേരത്തെ ചെയ്തിട്ട് അതിനിടയിൽ ഓരോ മുടിയുടെ ഇഴയും ഓരോന്നും കുത്തി അത്രയ്ക്ക് പാട്, അത് തീരാൻ തന്നെ കുറേ സമയം എടുക്കും, ഒരുപാട്. അതായത് അതിനുശേഷം ഞാൻ വീണ്ടും ഒരു ഓങ്കോളജി സബ്ജക്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അവർക്ക് ഒരുപാട് ഹെയറുള്ളൊരു സ്ത്രീയാണ്. അപ്പം അവർ തല ഫുള്ള് ഈ പറഞ്ഞ പോലെ ബോൾഡ് ക്യാപ്പ് പോലെ ചെയ്യണം. അപ്പം അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് 3-4 സ്റ്റേജായിട്ടാണ്. അപ്പോൾ കീമോ ചെയ്യുമ്പം ഇപ്പോൾ ആദ്യം കീമോ ചെയ്യുമ്പോൾ കുറച്ച് ഹെയർ ഉണ്ടാവും, പിന്നെ കീമോൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് ഹെയർ തിന്നാവും, ഹെയർ പോകും. അത് വരും കേട്ടോ, പിന്നീട് അത് വരും. അപ്പോൾ അങ്ങനെ കാണിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് എൻ്റെ മനസ്സ് തോന്നുക. പക്ഷെ അതിനുള്ള സംവിധാനങ്ങളൊന്നും എൻ്റെ കയ്യിൽ അത്രയും ഇല്ല, ഞാൻ കൊണ്ടു ചെന്നിട്ടില്ല. അപ്പം ഞാൻ പിന്നെ ചിന്തിക്കുകയാണ്, അവരുടെ തന്നെ മുടി ഞാൻ കട്ട് ചെയ്തിട്ട് ഈ ബോൾഡ് ക്യാപ്പിൽ കീമോൻ്റെ രണ്ടാമത്തെ ഒരു സീനുണ്ട്. അപ്പോൾ അതിൽ കുറേ ഹെയർ പോയ ആദ്യം നമ്മൾ കുറച്ച് ഹെയർ, അതായത് അവരുടെ തന്നെ മുടി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. രണ്ടാമത് ബോൾഡ് ക്യാപ്പ് വെച്ചപ്പോൾ അവരുടെ മുടി തന്നെ കട്ട് ചെയ്തിട്ട് ഈ ജയമോഹൻ പറഞ്ഞ പോലെ ഓരോ മുടികളും ഞാൻ ഒട്ടിച്ചൊട്ടിച്ച് എടുക്കുകയാണ് ചെയ്തത്. പക്ഷെ അത് എനിക്ക് നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, അത് സ്ക്രീനിൽ വരുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. പക്ഷെ പിന്നീട് അതിൻ്റെ ക്യാമറമാനും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അത് നന്നായിരുന്നു, ഭയങ്കര നാച്ചുറലായിരുന്നു. അതിനുശേഷം അത് വീട്ടിൽ ചെന്നിട്ട് അത് ഫുള്ള് കളഞ്ഞിട്ട് വീണ്ടും രണ്ടാമത്തെ ദിവസം വേറെ ഉണ്ടാക്കി. അങ്ങനെ 4 തലം നമുക്ക് കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ്. പക്ഷെ അത് പ്രേക്ഷകരത് ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളതല്ല, നമ്മളുടെ ഒരു സന്തോഷം അല്ലെങ്കിൽ അതിനെ അങ്ങനെ ചെയ്താൽ, കാരണം അത് കണ്ടിട്ട് വേണമല്ലോ എനിക്ക് അടുത്ത പ്രൊജക്ട് കിട്ടാൻ. അല്ലേ, നമ്മൾ പ്രേക്ഷകർ ഇപ്പോഴും എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പം ക്യാമറ ചെയ്യുന്നുണ്ട്, എഡിറ്റിങ്, മേക്കപ്പ്, ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു തലമുറ അത് വളർന്നു വരുന്നുണ്ട്. അല്ല, അവര് ഇന്നത്തെ കാലത്ത് എന്താ പറയുക, എല്ലാവരും വളരെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ബയോളജിക്കലായാലും അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു കൃത്യമായൊരു, ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് എന്താ പറയാ, വളരെ അഡ്വാൻസ്ഡ് ആണ്. നമ്മളൊക്കെ പഠിച്ചു വന്ന കാലം പോലെ അല്ല. അപ്പോൾ നമ്മളൊക്കെ വളർന്നതെന്ന് വെച്ചാൽ ദൂരദർശനും ആകാശവാണിയും ഒക്കെയാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അതിലൂടെയാണ് നമ്മളുടെ രാമായണവും മഹാഭാരതവും ഒക്കെ കണ്ടിട്ടാണ്. മഹാഭാരതവും രാമായണമൊക്കെ എന്നെ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ഓരോ മേക്കപ്പ് ഒക്കെ ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് വളർന്നു വന്നിട്ട് ഇപ്പോഴത്തെ തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ 3-4 തവണ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടാലും അത് സ്കിന്നുമായിട്ട് യാതൊരു വിധത്തിലും തിരിച്ചറിയരുത് എന്നുള്ള, നമ്മുടെ സ്കിന്നുമായിട്ട് അത്രയും ചേർന്ന് പോകുന്ന പ്രൊഡക്റ്റ് ആയിരിക്കണം. പിന്നെ പണ്ടൊക്കെ തന്നെ ഫേസിൽ മാത്രമേ ഇടത്തുള്ളൂ, ഇപ്പൊ ഫുൾ ബോഡി നമ്മൾ മാച്ച് ചെയ്യും. അങ്ങനെയാണ് ലെയർ വ്യത്യാസം. പിന്നെ ഇത് പറഞ്ഞാൽ എഡിറ്റ് ചെയ്തും VFX ഒക്കെ ചെയ്ത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ അപ്പോഴും അവർക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടും. അപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യം, എൻ്റെ വർക്കിൽ അങ്ങനെ ഒരുപാട് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ കൂടുതൽ ചെയ്യാൻ ഇടവരരുത്. നമുക്ക് നാച്ചുറലായിട്ട് തന്നെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ആദ്യം തീരുമാനിക്കുന്നത്. കാരണം വേറൊന്നും കൊണ്ടല്ല, അത് അവർ ആവശ്യപ്പെട്ടിട്ടുമല്ല. നമ്മളുടെ വർക്ക് ഇപ്പം ഇന്നിപ്പോൾ ഈ പ്രൊജക്റ്റ് ചെയ്തു, 10 കൊല്ലം കഴിഞ്ഞും ഈ പ്രൊജക്റ്റ് നമ്മൾ കാണുമ്പം എനിക്കത് നന്നായി ഇരുന്നു എന്ന് എനിക്ക് സ്വയം തോന്നണമല്ലോ. അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. പക്ഷെ അത് പ്രേക്ഷകരെടുക്കുമ്പം നമുക്ക് സന്തോഷമാണ്. കാരണം ഇപ്പോഴത്തെ പുതിയ ആൾക്കാർ വരുമ്പം ഇതാര് ചെയ്തു, അവർക്ക് തന്നെ ഈ വർക്ക് കൊടുക്കാം എന്ന് പറയുന്നതിലാണ് നമ്മളുടെ ഒരു കാര്യം ഇരിക്കുന്നത്. നമുക്ക് മേക്കപ്പിനെ എപ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു പഠനം വളരെ ആവശ്യമാണ്, അപ്ഡേഷൻ വളരെ ആവശ്യമാണ് പലതിനും. അപ്പോൾ ഈ പട്ടണം റഷീദ് എന്ന് പറയുന്ന ഒരു മേക്കപ്പ് മാൻ, അദ്ദേഹമാണല്ലോ ഗുരുവായിട്ട്. അപ്പോൾ അദ്ദേഹം കുറേ, അതായത് നമ്മൾ ചെറുതിലേ മുതലേ കേൾക്കുന്നൊരു പേരാണ് ഈ പട്ടണം റഷീദ് എന്ന് പറയുന്നത്.
അതായത് ഞാൻ പറഞ്ഞല്ലോ 5 വയസ്സ് മുതൽ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അന്നത്തെ കാലത്ത് നമുക്ക് പത്രങ്ങളാണ് കൂടുതലുള്ളത്. അപ്പം ഈ പത്രങ്ങളിൽ ഓരോ സിനിമയ്ക്കും അവാർഡുകൾ കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വലിയ ഹെഡിങ് വരും. അപ്പം പത്രങ്ങൾ ഡെയിലി വായിക്കുന്നൊരു സ്വഭാവം എനിക്കുണ്ട്. അപ്പോൾ അത് തന്നെ ഞാൻ ആലോചിച്ചു, മേക്കപ്പിനൊക്കെ അവാർഡൊക്കെ ഉണ്ടല്ലേ. അത് എൻ്റെ ആ ചെറിയ മനസ്സിലത് ആഴത്തിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പം പട്ടണം റഷീദ്, പട്ടണം ഷാ, ആ പട്ടണം എന്നുള്ളൊരു പേരാണ് നിൽക്കുന്നത്. അപ്പം ഞാനിങ്ങനെ വീട്ടിൽ ചോദിച്ചിട്ടുണ്ട്, ഈ പട്ടണം എന്ന് പറയുന്നത് ഇത് എന്താണ്, ഇവർ മാത്രമേ മേക്കപ്പ് ചെയ്യുള്ളൂ, വേറെ ആരും മേക്കപ്പ് ചെയ്യില്ല. അപ്പം വീട്ടിൽ റഷീദിക്കിനെ അറിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം അവർ പറഞ്ഞു ഇല്ല, അവർ ഓൾറെഡി അതിൽ സിനിമയിലുണ്ട്. അപ്പോൾ നാടകങ്ങൾക്കൊക്കെ മേക്കപ്പ് ചെയ്യാൻ ഷാസാറൊക്കെ നമ്മളുടെ പരിസരത്തൊക്കെ വന്നപ്പോൾ ഷാസാറിനൊക്കെ പക്ഷെ ഞാൻ അവിടെയൊക്കെ പള്ളിയിലും അമ്പലത്തിലൊക്കെ നാടകം വരുമ്പോൾ ഞാൻ ഫ്രണ്ടിൽ നിന്ന് ഓടി ആ ഗ്രീൻ റൂമിൽ ചെന്ന് നോക്കി നിൽക്കും. അവരെ ചീത്ത വിളിക്കത്തില്ല, കാരണം എൻ്റെ ഒരു സ്വഭാവം കുഞ്ഞിലേ മുതൽ അറിയാവുന്നതുകൊണ്ട് ഞാൻ ചെന്ന് ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ അപ്പോൾ ഈ പട്ടണം എന്ന് പറയുന്നത് ചെറുപ്പം മുതലേ മനസ്സിൽ കിടക്കുന്നുണ്ട്. പിന്നെ ഇതെങ്ങനെ പഠിക്കും എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പ്രൊജക്റ്റ് ഞാൻ നവോദയയിൽ വെച്ച് ചെയ്യാനിടയായി 2017. അപ്പോൾ ഞാനന്ന് ഈ മേക്കപ്പിനെ കുറിച്ച് കൂടുതൽ അടിസ്ഥാനപരമായി പഠിച്ചിട്ടൊന്നുമില്ല അന്ന്. പക്ഷെ നവോദയ അപ്പച്ചൻ സാറുണ്ട്. അപ്പോൾ അന്ന് എന്നോട് പറയുകയുണ്ടായി, മിറ്റ അതൊന്ന് കുറച്ചും കൂടി നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കൂ. അതെൻ്റെ ഉള്ളിലുള്ളൊരു കാര്യമാണ് അന്ന് പറഞ്ഞത്. അപ്പം ഇങ്ങനെ നല്ലൊരു ടീച്ചറെ കണ്ടെത്താൻ ശ്രമിക്കൂ എന്നുള്ളതാണ്. പക്ഷേ അത് ഒരു നിമിത്തം പോലെ പിന്നെ എന്നിലേക്ക് ടീച്ചേഴ്സ് എത്തുകയാണ്. എനിക്ക് 12ഓളം ടീച്ചേഴ്സ് ഉണ്ട് മേക്കപ്പിൽ. അപ്പോൾ ഒരു തുടക്കം അവിടെ നിന്നാണ്. 2010 മുതൽ എനിക്ക് പഠിക്കാൻ സാധിക്കുകയാണ്. 2009-10 കാലഘട്ടത്തിലാണ് ഞാൻ മേക്കപ്പിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നത്. അപ്പോൾ ആ നവോദയ അപ്പച്ചനുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച, ആ നവോദയയിൽ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു പ്രൊജക്റ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ലൈഫ് ടേണിംഗ് പോയിന്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം അന്ന് ആ പ്രൊജക്റ്റിനെ അവർ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് മേക്കപ്പിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. ഞാനപ്പം ഒരു നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ സ്കിന്നിനെ കുറിച്ചും ഹെയറിനെ കുറിച്ചൊക്കെ എനിക്ക് പഠനം നടത്തി അതിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ അന്ന് ആ സ്റ്റുഡിയോയിൽ കയറുന്നതിന് മുന്നേ ഈ പറഞ്ഞ പോലെ 1-2 പേര് എന്നോട് ചോദിച്ചു, നിങ്ങളുടെ ടീച്ചർ ആരാണ്? അപ്പം ഞാൻ പറഞ്ഞു, പഠിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ പഠിച്ചിട്ടില്ല, എന്തൊക്കെ അറിയാം, അങ്ങനെയാണ് ഞാൻ ആ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇപ്പോഴും ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാനത് കണക്കാക്കുന്നത്. കാരണം ആ ഒരു സംസാരം കഴിഞ്ഞ് കൃത്യമായി പറഞ്ഞ ഒരു 30 ദിവസം കഴിഞ്ഞപ്പം ഞാൻ ഈ പറഞ്ഞ ഫീൽഡിലേക്ക് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് എത്തുകയാണ്, പഠിക്കാനായിട്ട് എത്തുകയാണ്. ഞാൻ ഇടയ്ക്ക് ഇപ്പം മാലാപാർവതി ചേച്ചിയോട് ഞാൻ ഇങ്ങനെ അവിടെ പോയപ്പോൾ ചേച്ചി കുറേ ഭാണ്ഡക്കെട്ടുകൾ ഇങ്ങനെ അവിടെ വെച്ചിട്ട് പുറത്തുനിന്ന് വരുത്തിച്ചതാണ്. പ്രത്യേകിച്ച് ഇവിടെയുള്ള ഒരാളടുത്ത് ഈ കോസ്മെറ്റിക് മെറ്റീരിയൽസ് ഉണ്ടാവില്ല എന്നാണ് ചേച്ചി ഓരോന്നെടുത്ത് കാണിച്ചു തരാണ്. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ പുറത്തുനിന്ന് പറഞ്ഞ സാധനങ്ങൾ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കും. ആ സാധനങ്ങൾ കാരണം ഹൈലി എക്സ്പെൻസ് ആയിട്ടുള്ള. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ആക്ടേഴ്സിനെ നമ്മൾ ഡിസൈഡ് ചെയ്യുമ്പോൾ നമ്മൾ അവരായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. പ്രൊഡക്ഷനിൽ അവർക്ക് ഇത്രേ ബഡ്ജറ്റ് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ആക്ടേഴ്സിനോട് ചോദിക്കും, ഞങ്ങളുടെ കയ്യിൽ ഈ ഒരു റേഞ്ചിലെ പ്രൊഡക്റ്റ് ഞങ്ങൾ കൊണ്ടുവരാം, അതല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇന്ന പ്രൊഡക്റ്റ് ഉള്ളെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കണം, കാരണം ഞങ്ങളുടെ കയ്യിൽ അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പിന്നെ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് അവരുടെ പ്രൊഡക്ഷനിൽ അപ്പം അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരു ബഡ്ജറ്റിൽ നമ്മൾ ഒതുങ്ങണം, കൺസ്ട്രെയിൻ ഉണ്ട്. അപ്പോൾ അത് അല്ലെങ്കിൽ അവർ തയ്യാറാവണം, അതല്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് കയ്യിൽ വെക്കണം. പിന്നെ ഈ സ്വന്തമായിട്ട് സാധനങ്ങൾ മേടിക്കാന്ന് പറഞ്ഞാൽ അത് വെർത്താണ്. കാരണം സിനിമ ഇല്ലെങ്കിലും ഈ സിനിമയിലല്ലെങ്കിലും അടുത്ത എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് അവർക്ക് എന്തായാലും ഒരു ഇപ്പോൾ എനിക്ക് കുറച്ച് ആക്ടേഴ്സ് ഉണ്ട്, ഞാൻ അവർക്ക് മാത്രം ക്ലാസ്സസ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സിനിമയിലാകുമ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്ത് കൊടുക്കുക, പക്ഷെ നാളെ അവർക്കൊരു പ്രോഗ്രാമിന് പോകണമെങ്കിൽ അവർ തന്നെ ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് പേർക്ക് ഞാൻ ഇപ്പോഴും ഞാൻ ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. എങ്ങനെ അറിയില്ല അവർക്ക് ഇടാൻ വേണ്ടിയിട്ട് അവരുടെ ഏത് ടോണാണ് എന്താണ് യൂസ് ചെയ്യണം, അവർക്ക് കണ്ണാടിയിൽ ഇങ്ങനെ നോക്കിയിട്ട് അതൊക്കെ അറിയില്ല. അത് പലർക്കും ഇന്ന് ഇതിങ്ങനെ പൂശിയിട്ട് അതിന്റെ പുറത്ത് വേറെ എന്ത് അതിനൊക്കെ അറിയില്ല. ഇതിനോരോ ലെയറുണ്ട്. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അങ്ങനത്തെ ക്ലാസ് വരുമ്പം ഇപ്പം ഒരു മേക്കപ്പ് ജോലിക്ക് വേണ്ടി പോകുന്ന ഒരാളെ പഠിപ്പിക്കുന്നതും അത് നമുക്ക് 100 സ്കിന്നിനെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കേണ്ടി വരും. ഇപ്പം സ്വന്തമായിട്ട് ചെയ്യുമ്പം അവർക്ക് വേണ്ടി മാത്രമുള്ള പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞു കൊടുത്ത് അവർക്കൊരു കിറ്റ് റെഡിയാക്കി കൊടുക്കും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് സീരിയലിലൊക്കെ വർക്ക് ചെയ്യുന്ന 1-2 ആർട്ടിസ്റ്റ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പം അവിടേക്ക് തന്നെ ചിലപ്പം അവർക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കിട്ടണം എന്നില്ല. കാരണം സീരിയൽ എന്നൊക്കെ പറഞ്ഞാൽ കുറേ ആക്ടേഴ്സ് ഉണ്ടാവും, ചിലപ്പോൾ ഒറ്റ ഒരാളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് എല്ലാവരിലേക്ക് എത്താൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ചെയ്യണം. അപ്പോൾ അവർക്ക് വേണ്ട ബ്രഷ് മുതൽ അവരുടെ എല്ലാ
ടോണും ഒരു 3-4 വേരിയൻസ് ഞാൻ അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ അവർക്ക് അത് തന്നെ മേടിച്ചിട്ട് അവർക്ക് യൂസ് ചെയ്യും. അതെ. അപ്പോൾ അവർ പറയും അയ്യോ ഞങ്ങൾക്കൊരു മീഡിയം, അപ്പം ഞാൻ മീഡിയം റേഞ്ചും കൊടുക്കും, പറഞ്ഞു കൊടുക്കും, കൂടിയ റേഞ്ചും പറഞ്ഞു കൊടുക്കും. അപ്പോൾ കൂടിയ റേഞ്ചൊക്കെ നിങ്ങൾ പ്രോഗ്രാമിന് പോകുമ്പോൾ ഉപയോഗിച്ചോളൂ, മീഡിയം റേഞ്ച് ഇപ്പോൾ തൽക്കാലം ഇവിടെ ഇത് മതി എന്നുള്ള രീതിയിൽ. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. കാരണം എല്ലാവരും സ്വന്തമായിട്ട് സെൽഫ് ഗ്രൂമിനെ കുറിച്ച് പഠിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടില്ല. ഞാൻ തന്നെ ഒരു പ്രോഗ്രാമിന് പോകുമ്പം ഞാൻ എങ്ങനെ പോകണം എന്ന് എനിക്കൊരറിവുണ്ടെങ്കിൽ, ഇപ്പോൾ അതല്ല ഞാനൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ കോർപ്പറേറ്റ് ഫേമിലൊക്കെ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഒരുങ്ങി വരണം എന്നാണ് ഹെയർ സ്റ്റൈൽ, ഡ്രസ് കോഡ് ഉണ്ട്. ഇപ്പം നമ്മൾ കണ്ടിട്ടില്ല എയർ ഹോസ്റ്റസിനെയൊക്കെ. അപ്പം ചിലപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ ഇരിക്കുമ്പോൾ എയർ ഹോസ്റ്റസ്മാരൊക്കെ മേക്കപ്പ് ചെയ്തിട്ടുമ്പോൾ നമ്മൾ ഓർക്കും ഓ വളരെ നന്നായിട്ട് ഒരു മുടിയൊക്കെ കിട്ടി, നല്ല രസമായിട്ട് ഒരു ചെയ്തിട്ടുണ്ടല്ലോ. തീർച്ചയായും. ഞാൻ കഴിഞ്ഞ മാസം ഞാനൊരു യാത്രയിൽ ജിയോ വേൾഡ് സെൻറ്ററിൽ ഞങ്ങളുടെ ഒരു പ്രോഗ്രാം, അപ്പം ഞാൻ അവിടെ ചെന്നു. അപ്പം ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരെയും ഞാൻ നോക്കും. അപ്പം ഞാനല്ലെങ്കിൽ ഇവരെ 1-2 മണിക്കൂർ ഒരു മേക്കപ്പിനും ഹെയറിനും ഒക്കെ വേണ്ടി ഇനി അവിടെ അവർ ആളെ വെച്ചിരിക്കുക. ഇവർക്ക് കറക്റ്റായിട്ട് ഇവർ ഗ്രൂം ചെയ്തിട്ടാണ് ഇവർ, അത് ഏത് തസ്തികയിലെ ഏറ്റവും എല്ലാ ലെവലിലെ ആൾക്കാരെയും അതുപോലെ മേക്കപ്പ് ചെയ്തിട്ടാണ് അവർ. അപ്പം നമ്മളൊരു ഓഫീസിലേക്ക് കയറുമ്പം നമുക്ക് ഭയങ്കരമായിട്ട് അത്, പക്ഷേ എനിക്കൊരു ഭയങ്കര തിരിച്ചറിവായിരുന്നു. കാരണം ഞാൻ ആ 4 ദിവസവും ഞാൻ അവിടെയുള്ള ഓരോ കുട്ടികളെ ശ്രദ്ധിക്കുമായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ എനിക്കൊരു സ്റ്റഡിയായിരുന്നു അത്. അവർ ഡെയിലി ഓരോ സ്റ്റൈലിൽ ഹെയർ കെട്ടിവെക്കുന്നു, അവർ ഓരോ ദിവസവും മേക്കപ്പ് ചെയ്യുന്നു. ഞാൻ അവരോട് ചോദിച്ചു വന്നിട്ട്, അപ്പോൾ അവർ പറയും അത് ഇവിടെ സ്ട്രിക്റ്റ് ആയിട്ട് അത് വേണം എന്ന് പറയും. ഞാൻ എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന വെച്ചാൽ അവരത് കൃത്യമായിട്ട് ദിനചര്യ എന്നുള്ള രീതിയിൽ അവരത് ചെയ്യുന്നു. പുതിയ കുറേ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട് ഇൻഡസ്ട്രിയിലേക്ക്, പഠിച്ചിറങ്ങുന്നുണ്ട്, ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ളത് എന്തായിരിക്കും എന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് സ്ത്രീകൾ ഈ രംഗത്തേക്ക് കൂടുതൽ വരണം. കാരണം ഇതൊരു ഓഫീസ് ജോലിയല്ല, ബുദ്ധിമുട്ടുകളുണ്ട്, സ്ട്രഗിൾസ് ഉണ്ട്. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ വന്നു കഴിഞ്ഞാൽ കുറേയധികം പ്രശ്നങ്ങൾ ഇല്ലാതാക്കാം. പിന്നെ ഇതൊരു മറ്റുള്ള മേഖല പോലെ തന്നെ ഇത് വളരെയധികം വിലയുള്ള, അല്ലെങ്കിൽ നമുക്കൊരു ഇതും ഒരു ജോലി തന്നെയാണ്. അപ്പം ഇപ്പോൾ ഒരു വർഷത്തിൽ 3-4 സിനിമ എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ ഈ അസിസ്റ്റൻ്റായിട്ട് പറഞ്ഞവർക്ക് പലപ്പോഴും 365 ദിവസം വർക്ക് ഉണ്ടാവാറുണ്ട്. കാരണം ഒരു പ്രൊജക്റ്റ് കഴിഞ്ഞാൽ അവർക്ക് അടുത്ത പ്രൊജക്റ്റ് കിട്ടും. കൂടുതൽ അവരുടെ ഒരു പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി അവരുടെ ജോബ് സെക്യൂർഡാണ്. പക്ഷെ പലപ്പോഴും കിട്ടില്ല. കാരണം നമുക്കൊരു പ്രൊജക്റ്റ് കിട്ടി, പിന്നെ അടുത്തത് കിട്ടണമല്ലോ. മറ്റേന്ന് പറഞ്ഞാൽ അവർക്ക് എങ്ങനെ ജമ്പ് ചെയ്ത് പോവാം. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം യൂണിയൻ അവരത്രയും ഫെഫ്ക അത്രയും സപ്പോർട്ടീവായിട്ട് എല്ലാ തൊഴിലാളികൾക്കും ഒരുപാട് തൊഴിലുകൾ കിട്ടുന്നുണ്ട്. അപ്പം ഈ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്നവർക്കാണ് കൂടുതലായിട്ട് കിട്ടാത്തത്. അതായത് ഇപ്പോൾ സിനിമകൾ കൂടി വരുന്നുണ്ടല്ലോ. കഴിഞ്ഞ ഒരു വർഷം കുറച്ച് സിനിമകൾ കുറവായിരുന്നു, ഇപ്പോൾ സിനിമകൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആ രീതിയിൽ ചാൻസസ് കിട്ടും. ആക്ച്വലി ക്രിയേറ്റീവ് ആയിട്ടുള്ളവർക്ക് കിട്ടും. ഇതൊരു ക്രിയേറ്റീവ് ജോബ് കൂടെ അല്ലേ? ക്രിയേറ്റീവ് ജോബാണ്. അപ്പം മാറ്റി നിർത്തപ്പെടലുകൾ ഇല്ല എങ്കിൽ, നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് കയറിപ്പോകാൻ പറ്റും. കാരണം പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒരു സ്ത്രീ എന്ന നിലക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. ആദ്യ കാലഘട്ടങ്ങളിൽ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്, മാറ്റി നിർത്തപ്പെടലുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മളൊരു മെയിൻ സ്ട്രീമിലേക്ക് വന്നപ്പോൾ നമ്മൾ കുറച്ചും കൂടി സേഫായി, കുറച്ചും കൂടി സെക്യൂർഡായി. പിന്നെ നമ്മൾ ആളുകൾ അറിഞ്ഞു തുടങ്ങി നമ്മളെ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ അഭിമാനമുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ പോലും എന്താ പറയുക, ആകാശവാണി ഒക്കെ ആണല്ലോ നമ്മളെ വളർത്തിക്കൊണ്ട് വന്നത്. അപ്പം വീണ്ടും ഞാൻ അങ്ങനെ ഒരു സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോഴും ഞാൻ എൻ്റെ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്തത് കൊണ്ടാണല്ലോ എനിക്കിവിടെ ഇരിക്കാൻ സാധിച്ചത്. അപ്പം തീർച്ചയായിട്ടും അതിൽ വളരെയധികം സന്തോഷമുണ്ട്. പറഞ്ഞ സർവേശ്വരനോട് ഒരുപാട് നന്ദിയുണ്ട്. നമ്മളിപ്പോൾ ഇവിടം വരെ കൊണ്ടെത്തിച്ചതിൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മളുടെ സുഹൃത്തുക്കളും നമ്മളുടെ ഗുരുക്കന്മാരും ടീച്ചേഴ്സും ഒക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തത് കൊണ്ടിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ കൈനിറയ പ്രൊജക്റ്റുകൾ അടുത്ത വർഷമൊക്കെ വരട്ടെ. അതുപോലെ തന്നെ എല്ലാ ഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ. തീർച്ചയായും. നന്ദി ജയമോഹൻ, നന്ദി ആകാശവാണി. മേക്കപ്പ് ആർട്ടിസ്റ്റ് മിഠായി MC പങ്കെടുത്ത പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണം NS ജയമോഹൻ. സഹായം സയ്യദ് അൻവർ. ചിത്രപതംഗം. അവതരണം ആകാശവാണി കൊച്ചി നിലയം.